നമ്മുടെ സമൂഹത്തില് മുഖമില്ലാത്ത മനുഷ്യരുണ്ട്. അതായത് സ്വന്തമായി നിലപാടുകൾ ഇല്ലാത്തവർ. നമ്മൾ ഒരു വ്യക്തിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം തോന്നുന്നത് അത്തരക്കാരോടാണ്. കാരണം അവർക്ക് അവരുടേതായ ഒരു അഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് ആരെന്ത് പറഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് പൊതുവെ നാം പറയുന്ന ഒരു അഭിപ്രായത്തിന് എതിരഭിപ്രായം പറയുന്ന ആൾക്കാരെ നമുക്ക് അത്ര ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് സ്വന്തമായി നിലപാടുകളുള്ള, സ്വന്തമായി വ്യക്തിത്വമുള്ള ആളുകളെ നാം ആദ്യം അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും അല്പം മടിക്കും. ശരിക്കും അത്തരം ആൾക്കാരെ, നല്ല വ്യക്തിത്വമുള്ള ആളുകൾ നെല്ലിക്ക പോലെയാണ്. എന്താണ് നെല്ലിക്കയുടെ പ്രത്യേകത? നെല്ലിക്ക നാം ആദ്യം കഴിക്കുമ്പോൾ നമുക്കൊരു കയ്പാണ് അനുഭവപ്പെടുന്നത്, ഒരു ചവർപ്പ് കയ്പൊക്കെയാണ് അനുഭവപ്പെടുന്നത്. അതിനുശേഷം അവസാനമാണ് അത് മധുരിക്കുന്നത്. അതുപോലെയാണ് വ്യക്തിത്വമുള്ള ആളുകൾ. വ്യക്തിത്വമുള്ള ആളുകൾക്ക് അവർക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടായിരിക്കും, കാഴ്ചപ്പാടുണ്ടായിരിക്കും. അവര് അവരുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും. അത്തരക്കാരെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ആദ്യം അവരെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദീർഘകാലത്തെ ജീവിത പരിചയത്തിൽ നമുക്ക് ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ എന്നും നിലനിർത്താൻ കഴിയുന്നത് അത്തരം സ്വഭാവമുള്ളവരെയാണ്. അവർ വഴിയിൽ നമ്മളെ ഉപേക്ഷിക്കില്ല, പറയുന്നത് മാറ്റി പറയില്ല, കൂടെ നിൽക്കും എന്നുള്ളതാണ് അത്തരക്കാരുടെ പ്രത്യേകത. നേരെ തിരിച്ച് സ്വന്തമായി നിലപാടുകൾ ഇല്ലാത്തവരുടെ പ്രത്യേകത എന്താണ്? ആദ്യ കാഴ്ചയിൽ നമുക്ക് ഇഷ്ടപ്പെടും, കാരണം നാം പറയുന്നതെല്ലാം അവർ എസ് വെക്കും, അല്ലേ? പക്ഷേ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവര് പറയുന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ്. അവർ പറയുന്നത് മാറ്റി പറയും. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥനോ നിങ്ങളുടെ സഹപ്രവർത്തകനോ, കൂടെ ജോലി ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തോ, അങ്ങനെ സ്വന്തമായി നിലപാടുകൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, കൃത്യമായ ഒരു വ്യക്തിത്വം ഇല്ലാത്ത വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. കാരണം അവരെ വിശ്വസിച്ച് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് സ്വന്തമായ അഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് അവസരവാദികളായിരിക്കും അവരെപ്പോഴും അവരുടെ അഭിപ്രായം എന്ത് ചെയ്യും? മാറ്റി പറയും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ ഈ ഉദ്ദേശിക്കുന്ന വിഷയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അതായത് ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം നടന്നു. ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നു, അതിനടുത്ത് സ്കൂൾ കുട്ടികൾ നിൽപ്പുണ്ട്. അതിനകത്ത് ഏതോ ഒരു കുട്ടി ആ കാറിന്റെ ഗ്ലാസ്സില് ബബിൾ ഗം ചവച്ചിട്ട് ഒട്ടിച്ചു വെച്ചു. ആ കാറിന്റെ ഉടമ വന്നപ്പോൾ ഇത് കണ്ടു. അദ്ദേഹം അവിടെ നിന്ന കുട്ടികളിൽ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ആ കുട്ടിയെ മർദ്ദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അതിന്റെ കവിളിലടിച്ചു, ചെവിക്ക് കേൾവിക്കുറവുണ്ടായി, ചെവിയിലൂടെ ബ്ലഡ് വന്നു. അങ്ങനെ നല്ല രീതിയിൽ മർദ്ദിച്ചു. അത് നാട്ടിൽ ഭയങ്കര ഇഷ്യൂ ആയി. സ്വാഭാവികമായിട്ട് നാട്ടിലുള്ള ചെറുപ്പക്കാര് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. ചാനലുകാരെയൊക്കെ ബന്ധപ്പെട്ടു. ആദ്യം കുടുംബം കൂടെ നിന്നു. അതിനുശേഷം പോലീസൊക്കെ എത്തുന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർ കാലുമാറി. കാരണം ഈ പ്രതിയുടെ വീട്ടുകാര് ഈ അടികൊണ്ട കുട്ടിയുടെ രക്ഷകർത്താവിന് കൊണ്ടുവന്ന് പൈസ കൊടുത്തിട്ട് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് ഇവർ കാലുമാറി. ഇവർ നേരെ പ്രതിഭാഗം ചേർന്നു. ആരാണോ ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നത് അവര് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്ന അവസ്ഥയായി. കാശ് കിട്ടി കാലുമാറി എന്നുള്ളതല്ല അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പ്രശ്നത്തിൽ ഇടപെട്ട സാമൂഹ്യ പ്രവർത്തകരുണ്ടല്ലോ, നാട്ടിലുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര രൂപ അവർ തന്നു, അതിൽ കൂടുതൽ പൈസ നിങ്ങൾ തരുവാണെങ്കിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. സ്വന്തം കുട്ടിക്ക് മർദ്ദനമേറ്റിട്ട് അതിന്റെ ബാധ്യത ഇനിയിപ്പോൾ ആർക്കാണ്? നാട്ടുകാർക്കാണ്. അതിന്റെ രക്ഷകർത്താക്കൾക്ക് കൂടുതൽ പൈസയാണ് ചോദിക്കുന്നത്. കാരണം ആ ഒരു സംഭവം അവര് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ സാമൂഹ്യ പ്രവർത്തകർ, അതിനകത്ത് ഇടപെട്ട വ്യക്തികള് ഈ കുടുംബത്തിന്റെ ശത്രുത വെറുതെ ഏറ്റുവാങ്ങി, അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണോ അവർ ഇടപെട്ടത് ആ വ്യക്തികൾ ഇവരുടെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ഉദാഹരണം, ഈ ഒരു അനുഭവം പറഞ്ഞതിന്റെ കാരണം ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഇത്തരം ആൾക്കാരുടെ കൂടെ നമ്മൾ സഹവസിച്ചാൽ, അല്ലെങ്കിൽ അവർക്കൊരു സഹായം ചെയ്യാൻ പോയാൽ നമുക്ക് ഒരു ദോഷം ഉണ്ടാകും. ഒരു ചൊല്ലുണ്ടല്ലോ, കാക്കയ്ക്കിരിക്കാൻ കൊമ്പ് കൊടുത്താൽ നാളെ നമുക്ക് അതുകൊണ്ട് ദോഷം ഉണ്ടാകും എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെയാണ് ഇത്തരക്കാരെ. ഉപ്പ് ഇട്ട് വെക്കുന്ന പാത്രം പോലെയാണ് അവര്. ഉപ്പിട്ട് വെക്കുന്ന പാത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഉപ്പിലെ ആ കെമിക്കലുകൾ, അല്ലേ, ആ പാത്രവുമായിട്ട് നടത്തുന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആ പാത്രത്തെ നശിപ്പിക്കും. ശരിക്കും ഉപ്പിനെ നിലനിർത്തുന്നത് ആ പാത്രമാണ്. ആ പാത്രം നശിക്കുമ്പോൾ ഉപ്പ് കൂടിയാണ് നശിക്കുന്നത്. പക്ഷെ ഉപ്പിനതറിയില്ലല്ലോ. അതുകൊണ്ട് ഉപ്പിട്ട് വെക്കുന്ന കലം പോലെയാണ് ഇത്തരം വ്യക്തികൾ. അവരുടെ കൂടെ ആരാണോ നിൽക്കുന്നത്, ആരാണോ അവരെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്,
അവർക്ക് ഇവർ പ്രശ്നം സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇത്തരം ആൾക്കാർക്ക് ആത്മാഭിമാനം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇവർ അവസരവാദികളാണ്. തൻ കാര്യം അന്നേരമുള്ള കാര്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരക്കാർ നോക്കുന്നത്. അപ്പോൾ അത്തരം ആൾക്കാർ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ കൂട്ടുകെട്ടിലോ നമ്മുടെ സഹകരണത്തിലോ വരരുത്. അത്തരം സ്വഭാവമുള്ള ആളുകളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതേപോലെ അത്തരം ഒരു സ്വഭാവം നമുക്കുണ്ടാകാനും പാടില്ല. കാരണം ജീവിത വിജയത്തിന് ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു ദുസ്വഭാവമാണത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ബന്ധങ്ങളാണ്, മനുഷ്യബന്ധങ്ങളാണ്. നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ അത് നാളെ ഏത് തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. നിങ്ങൾ ചിന്തിക്കാവുന്നതിലും മേളിൽ നിങ്ങൾക്ക് പ്രയോജനം നാളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, നിങ്ങൾ വീഴുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റൊരു മനുഷ്യൻ ഒരു കൈ തന്ന് സഹായിച്ചെന്നിരിക്കും. ചിലപ്പോൾ അത് കോടിക്കണക്കിന് രൂപ തരുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൈത്താങ്ങ്. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ ഇത്തരം മനുഷ്യർക്ക് കിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അവരെ ആരും വിശ്വസിക്കില്ല. ആദ്യം അവരുടെ പെരുമാറ്റത്തിൽ ഒരു ഇഷ്ടം തോന്നിയാലും അവരുടെ കൂടെ സഹവസിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, തന്റെ കാര്യം മാത്രം നോക്കുന്ന അവസരവാദിയാണ്, സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത, സ്വന്തമായി നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് കാണുമ്പോൾ ക്രമേണ അവരുടെ കൂടെ കൂട്ടുകൂടുന്ന വ്യക്തികളെല്ലാം തന്നെ അവരെ ഒഴിവാക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ജീവിത വിജയം നേടാൻ വേണ്ടി സാധിക്കില്ല. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.